ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണുർ ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗജാനനം ഭൂതഗണാതിസേവിതം ഗവിത്തജംബൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമഃ. സാനന്ദരൂപം സകലപ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേഷു രവിസ്വരൂപം പ്രണൗമി തുഞ്ചത്തെഴുമാര്യപാദം. പൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരൂഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര ഹൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീമദ് അധ്യാത്മരാമായണ മഹാത്മ്യം കിളിപ്പാട്ട്. ശാരദാദേവി പരിലാളിക്കും പഞ്ചവർണ ശാരികാകുലമൗലി മാലികേ മനോഹരേ. ശ്രീരാമചരിതത്തേൻ കൊഞ്ചലാൽ ഉലകിടം പാരാതെ കുളിർപ്പിച്ച മാതിരി ഇനിയും നീ ശ്രീമദ് അധ്യാത്മരാമായണത്തിൻ മഹാത്മ്യം സത്കാമദായകം പാടി കേൾപ്പിക്കാളും മോതാൾ എന്നതു കേട്ടു പരമാനന്ദത്തോടുകൂടി ചൊന്നിടാൻ തുടങ്ങിനാൾ സാദരം കിളിമകൾ. ശ്രീരാമചന്ദ്ര രഘുനായക രമാപദേ കാരുണ്യമൂർത്തേകമ ലക്ഷണ കൈതൊഴും നേൻ. അന്തമെന്നിയേ പായും പാപഹാരിണിയായ ബന്ധുരഭവൽ കഥാ മഹാത്മ്യഗംഗ തന്നിൽ ആമഗ്നയായിട്ടതിൻ നിർവൃതി മറ്റുള്ളോർക്കുമാം പട്ടു പങ്കിട്ടിടാൻ ആത്മാർത്ഥമാശിക്കുന്നേൻ. ഭക്തർക്കു മുക്തിക്കൊത്തു മുക്തിയും കൊടുപ്പതിൽ സക്തനാം ഭവാൻ എന്നെ ഒന്നിതിൽ തുണയ്ക്കണേ. മാമനീശ്വരന്മാരാം ശൗനകാദികൾ ചേർന്നു രൗമഹർഷിണിയാകും സൂതനെ സൽക്കരിച്ചു സൗഖ്യമായി വസിപ്പിച്ചു. ചോദിച്ചാൻ മഹാഭാഗ സൽക്കഥാ പുണ്യപ്പുഴയ്ക്കുൽപ്പത്തി ഭൂവാം ഭൂമൻ. ഇക്കാലം അധ്യാത്മരാമായണാവദാനങ്ങളൊക്കെയും കേൾക്കാൻ ഉറ്റോരുക്കൊതി വാക്യമൂലം കാകുസ്ത കഥാപാന ശുദ്ധരാമങ്ങൾക്കതും ആകവേ വിവരിച്ചു പറഞ്ഞു തരേണമേ. ഭാർഗവ മുഖ്യരേവം അർത്ഥിക്കെ സന്തോഷാശു ഗൽഗതകളനായിട്ടക്കഥാ പ്രവാചകൻ ചൊല്ലിനാൻ. മഹാഭാഗ്യശാലി ഞാൻ രാമായണ തുല്യമേന്മകൾ കേൾപ്പാൻ നിങ്ങൾ അർത്ഥിക്കയാലേ. വിസ്തരിച്ചെല്ലാം ചൊല്ലാൻ സാധ്യമല്ലതു കാര്യമാത്രമായി സംക്ഷേപിച്ചു പറയാം ശ്രദ്ധിക്കുവിൻ. നീലത്താമര ശോഭ തിരളും വദനവും ലോലപീതാംബരാലങ്കൃതമാം ജഗനവും ജ്ഞാനമുദ്രയെ ധരിച്ചിടുന്ന കരാബ്ജവും ചേണാർന്ന മുകുടാംഗദാതിഭൂഷണങ്ങളാൽ ഉജ്ജ്വലിച്ചിടുന്നതാം അംഗങ്ങളും ചേർന്നു വിജ്വലിപ്പൊരു മിന്നൽ പിണരുന്നതുപോലെ മിന്നിടും ദുസ്തര സംസാരാബ്ദി ബോധമായി നിന്നിടും ശ്രീമദ്ദാശരഥിയെ വണങ്ങുന്നേൻ. മായാജീവേശ്വരന്മാർക്കതീതനായ അതുല്യനായി നിർമ്മല ജ്ഞാനമൂർത്തിയായി ഒരിക്കലും വാക്കിനും മനസ്സിനും അല്പവും എത്താതെ താൻ നിൽക്കും ദക്ഷിണാമൂർത്തിക്കായി ഇതാ നമസ്കാരം. അന്യാനുഗ്രഹപരനായിടും നാരദർഷി മൂന്നു ലോകവും ചുറ്റി സഞ്ചരിച്ചിടും മധ്യേ ചെന്നു കയറിനാൻ ഒരു ദിവസം ചിന്താഭാര സന്നിവിഷ്ടനായി സത്യലോകത്തു മന്ദം മന്ദം. അങ്ങു വേദങ്ങളുടൽ പൂണ്ടു ചുറ്റിലും നിന്നു മങ്ങാതെ സേവിപ്പോനായി ബാലാരുണാഭയാലെ ശോഭിപ്പിച്ചിടും സഭാതലത്തിൽ അടിക്കടി പ്രാഭവമേറും മാർക്കണ്ഡേ ആദി മുനികളാൽ സ്തുതിക്കപ്പെടുവോനായി വാണിദേവിയോടൊത്തു നിതരാം സർവകർമ്മ ജ്ഞാനമാർന്ന നാരദം. ഭക്തന്മാർക്ക് അഭീഷ്ടങ്ങൾ വർഷിപ്പാൻ ദീക്ഷിക്കുന്ന ചൊൽക്കൊള്ളും ജഗന്നാഥനായിടും നാൻമുഖനെ
കണ്ടുടൻ മുനീവരൻ ദണ്ടുമ്പോൾ വീണു നമിച്ചാണ്ടൊരു ഭക്തിഭാവം കൊണ്ടേറ്റം സ്തുതിച്ചിതു. സ്തോത്രത്താൽ സന്തുഷ്ടനായി ശ്രീ മഹാവിഷ്ണു ഭക്ത സത്തമൻ മുനിയോടായി ചൊല്ലിനാൻ ചതുർമുഖൻ. എന്തോന്നോ ചോദിക്കുവാൻ ഭാവിച്ചിടുന്നു ഭവാൻ, എന്തിനു മടി മുനെ പറഞ്ഞു തരാമേതും. അതു കേട്ട മഹർഷി വിധിയോടുര ചെയ്താൻ, ശ്രുതമങ്ങയിൽ നിന്നു മുന്നമേ തന്നെ എന്നാൽ സകല ശുഭാശുഭ സംഗതികളുമെന്നാൾ ഭഗവൻ ബാക്കി ഇനി ഒന്നുണ്ടു കേട്ടിടുവാൻ. എന്നിലുണ്ടനുഗ്രഹ ബുദ്ധി എന്നാകിൽ ഗൂഢമെന്നിരിക്കലും അതൊന്നരുളി ചെയ്യണമേ. ഘോരമാം കലിയുഗം വന്നണയുമ്പോൾ മർത്യന്മാരാകെ പുണ്യലേശം മറ്റവരായിത്തീരും. ഏവരും ദുരാചാരരതരായി സത്യബുദ്ധി കൈവെടിഞ്ഞോരായി പരദ്രവ്യങ്ങൾ മോഹിപ്പോരായി അന്യരെ ദുഷിപ്പോരായി അന്യസ്ത്രീ സക്തന്മാരായി അന്യരെ ദ്രോഹിക്കുവാൻ നോമ്പു നോറ്റിരിപ്പോരായി ദേഹമാണാത്മാവെന്നു കാൺമോരായി മൂഢന്മാരായി മോഹത്താൽ ദൈവമില്ലെന്നെങ്ങുമേ ഘോഷിപ്പോരായി മൃഗബുദ്ധിയാൽ മാതാപിതാക്കന്മാരെ വെറുത്തകറ്റി ഓടിപ്പോരായി സ്ത്രീകളെ പൂജിപ്പോരായി കാമകിങ്കരന്മാരായി വിപ്രന്മാർ ദുർമോഹഭൂതമയഗ്രസ്തന്മാരായി വേദം വിറ്റുണ്ണുപോരായി സമ്പത്തിനായി മാത്രം വിദ്യയഭ്യസിപ്പോരായി വമ്പിച്ച് മതം പൂണ്ടു മോഹിച്ചു വശായോരായി വർണ്ണധർമ്മങ്ങളെല്ലാം വിട്ടോരായി മിക്കവാറും അന്യരെ വഞ്ചിപ്പോരായി ക്ഷത്രിയർ വൈശ്യന്മാരും സ്വധർമ്മം വെടിഞ്ഞോരായി അതുപോൽ ശൂദ്രന്മാരിൽ അധികം പേരും ബ്രാഹ്മണാചാര തൽപരരായി സ്ത്രീകളൊക്കെയും പാർത്താൽ പ്രായേണ ഭ്രഷ്ടകളായി വ്യാകുലഹീനം പതി നിന്ദയാചരിപ്പോരായി ശുശുരന്മാരെ ദ്രോഹിച്ചിടുവോരായും വരും വിഷയമില്ലതെല്ലും എന്തിതിൽ പരം കഷ്ടം നഷ്ടബുദ്ധികളാകും ഇവർക്കു പരഗതി കാട്ടുവതേ പ്രകാരം എന്നുള്ള ചിന്ത എൻ്റെ ചിത്തത്തെ മതിക്കുന്നു. സന്തതം മുക്തിയവർക്ക് എത്തുവാൻ എളുതായ മാർഗമെന്തെന്നാലതോ വിസ്തരിച്ചരുൾ ചെയ്യുവാൻ കാരുണ്യമുണ്ടാകണേ. മുറ്റുമൊക്കെയും ഭവാൻ അറിഞ്ഞിടുന്നുവല്ലോ. ഇത്തരം മഹർഷിതൻ വാക്കുകൾ കേട്ടു ദാതാവ് അത്യന്തമോദത്തോടും ഉത്തരം ചൊല്ലിയിടിനാൻ. സാധു നിൻ ചോദ്യമിതു നന്നുതാൻ, അതീനു ഞാൻ ഓതിയിടാം സമാധാനം സാദരം ക്ഷമിച്ചാലും. പണ്ടൊരു നാളിൽ മുപ്പുരാന്തകനോടു ഭക്തബന്ധുവാം മലമകൾ ശ്രീരാമതത്വം കേൾപ്പാൻ വിനയസമന്വിതം ചോദിക്കേതൻ പ്രിയയ്ക്കു തനിയെ ഗൂഢമാമാതുപദേശിച്ചു മോദാൽ. അതുതാൻ പുരാണങ്ങൾക്കൊക്കെയും ഉത്തംസമായി സ്മൃതമാം അധ്യാത്മരാമായണം മുനീശ്വര. ലോകമാതാവാം ഉമയതിനെ ധ്യാനിച്ചർച്ചിച്ചാകണ്ഡമാനന്ദത്തിൽ ആറാടി വാഴൂ സദാ. ലോകതൻ ഭാഗ്യവശാൽ ഇതെങ്ങും പ്രചാരത്തിലാകുന്നു, മർത്യനൊന്നു വായിച്ചാൽ ഗതിസിദ്ധം. അധ്യാത്മരാമായണം ലോകത്തിൽ ഉദിക്കായകിൽ മാത്രമേ ബ്രഹ്മഹത്യ തൊട്ടപാപങ്ങൾ വായിക്കൂ. അധ്യാത്മരാമായണം ലോകത്തിൽ ഉദിക്കായകിൽ മാത്രമേ നിലനിൽക്കൂ കലിതൻ വിളയാട്ടം. അധ്യാത്മരാമായണം ലോകത്തിൽ ഉദിക്കായകിൽ മാത്രമേ നിർഭയരായി നടക്കൂ കാലദൂതർ. അന്യോന്യം വാദകോലാഹലങ്ങൾ കൂട്ടുന്നതും അന്നേ വരക്കേയുള്ളൂ ശാസ്ത്രസഞ്ചയമെല്ലാം. അന്നോളമേ മഹാന്മാരായോരും ശ്രീരാമൻ്റെ പുണ്യസ്വരൂപം ബോധിച്ചിടുവാൻ പരുങ്ങിടൂ. അധ്യാത്മരാമായണ കീർത്തന ശ്രവണങ്ങൾ ചേർത്തിടും ഫലമെല്ലാം ചൊൽവാൻ ഞാൻ ശക്തനല്ല. എങ്കിലും മോദാം അതിൻ മഹാത്മ്യമൊട്ടെന്നോടു ശങ്കരൻ മുന്നം ചൊന്നോരിതു നീ കേൾക്ക നന്നായി. അധ്യാത്മരാമായണ ശ്ലോകമോ പകുതിയോ ഭക്തിയായി പഠിപ്പവൻ അപ്പോഴേ പോകും പാപം. നിത്യവും അധ്യാത്മരാമായണം ഏകാഗ്രമായി ശക്തി പോൽ ഭക്ത്യാ ചൊൽവോൻ ജീവൻ മുക്തനായി തീരും. അധ്യാത്മരാമായണത്തെ എന്നും ഭക്തി ശ്രദ്ധായുക്തമർച്ചിപ്പോൻ അശ്വമേധത്തിൻ ഫലം നേടും. അന്യരിൽ നിന്ന് അധ്യാത്മരാമായണത്തെ ശ്രദ്ധ എന്നിയെ എതിർച്ചയാ കേൾപ്പോനും പാപം മാറും. അധ്യാത്മരാമായണ ഗ്രന്ഥത്തെ നമിക്കുകിൽ സിദ്ധിക്കും സർവദേവാർച്ചനത്തിൻ ഫലം ദൃഢം. അധ്യാത്മരാമായണം മുഴുവൻ പുസ്തകത്തിൽ വൃത്തിയായി എഴുതി ശ്രീരാമഭക്തനു നൽകും.
മർത്യന്റെ പുണ്യഫലമെത്രയെന്നോതാ മുനിസത്തമാ വേദശാസ്ത്ര വ്യാകരണങ്ങളെല്ലാം പഠിച്ചാലുണ്ടാകുന്ന ദുർലഭമാകും ഫലം അടച്ചും അവനുണ്ടായി വരുമാ നിമിഷത്തിൽ. ഏകാദശി നാൾ ഉപവസിച്ചു രാമഭക്തനാകിയ നരോത്തമൻ അധ്യാത്മരാമായണം സദസ്സിൽ വ്യാഖ്യാനിച്ചാൽ ഗായത്രി ഉരുക്കഴിച്ചുദിക്കും ഫലം കിട്ടും അക്ഷരം പ്രതീസുത. ശ്രീരാമനവമി നാൾ ഉപവാസവും പൂണ്ടു തീരേരാ ഉറങ്ങാതെ അധ്യാത്മരാമായണം. മറ്റൊരു ചിന്ത എന്നെ വായിക്ക കേൾക്ക എന്നേ വൃത്തിയിൽ കഴിഞ്ഞിടും അത്യനുണ്ടാകും ഫലം. വധിക്കാം കുരുക്ഷേത്രം മുതലാം സർവപുണ്യപദങ്ങൾ തോറും തനിക്കൊത്തിടും മട്ടു വിത്തം സഭയിൽ വെച്ചു സൂര്യഗ്രഹണ കാലത്തേറെ ശുഭമായ വ്യാസതുല്യ ശിഷ്യർക്കു നൽകിയിടുവോൻ. അനുഭവിക്കും ഫലം അവനും ഉണ്ടാകുന്നീതനിശമിതു സത്യം സത്യം സന്ദേഹമില്ല. രാപ്പകൽ അധ്യാത്മരാമായണ പാരായണ തൽപരൻ തൻ്റെ ആജ്ഞ കാത്തിടും ഇന്ദ്രാദ്യരും. അധ്യാത്മരാമായണ പഠനം വ്രതമാക്കി വർത്തിപ്പവൻ്റെ കർമ്മം അനന്ത ഗുണാഢ്യമാം. ആരൊരാളതിലെഴും ശ്രീരാമ ഹൃദയത്തെ പാരമാം ശ്രദ്ധയോടും പഠിച്ചിടുന്നീതവൻ. ബ്രഹ്മഹത്യാദിഭാവം ചെയ്തവനാകിൽ പോലും നിർമ്മലനായെത്തീരും 3 നാൾ കൊണ്ടു തന്നെ. ശ്രീരാമ ഹൃദയം ശ്രീ ഹനുമൽ പ്രതിമയ്ക്കു ചാരവേ സ്ഥിതി ചെയ്തു മൗനിയായ നൂദിനം. 3 രൂപ പഠിച്ചിടും അവൻ തൻ അഭീഷ്ടങ്ങൾ ഒന്നിടാതൊക്കെ നേടും വൈഷ്ണവ ജനമൗലേ. ആൽത്തറയിലോ ശുദ്ധ തുളസീതറയിലോ വർത്തിച്ചു പഠിക്കുകിൽ ശ്രീരാമ ഹൃദയത്തെ. അവനുച്ചരിച്ചിടും ഓരോരക്ഷരത്തിലും നിവർത്തിച്ചിടുന്നിതേ ബ്രഹ്മഹത്യാദിഭാവം. ശ്രീരാമഗീതാമാഹാത്മ്യത്തെ ആകവേ ശിവൻ ഓരുന്നു ഗൗരിവാദി തദർത്ഥം ഞാനും മുനെ. യാതൊന്നറിഞ്ഞാൽ ചിത്തശുദ്ധി തൽക്ഷണമുണ്ടാമോതുവേനൊട്ടൊട്ടതോ മുഴുവൻ ചൊല്ലാനാകാ. ശ്രീരാമഗീത കൊണ്ടു തീരാത്ത പാപമൊന്നും തീരുകയില്ല തീർത്ഥം മുതലായവ കൊണ്ടും. എവിടെയൊക്കെ ചുറ്റി നടന്നു തിരികിലും അവിടെ എങ്ങും വേറെ കണ്ടിടാ പരിഹാരം. ആമോദാൽ ഉപനിഷൽ കടൽ കടഞ്ഞെടുത്തു രാമൻ ലക്ഷ്മണനായി നൽകിയ ഗീതാമൃതം. സേവിച്ചിടുവോൻ ഏവനാകിലും അവൻ പ്രതി പൂവാതെ അമരനായി ഭവിക്കും അസംശയം. മുമ്പു ഭാർഗവരാമൻ കാർത്തവീര്യനെ കൊൽവാൻ അമ്പൊടാശിച്ചു ധനുർവിദ്യയ്ക്കായി ശിവാന്തികം. പാർക്കവേ രാമഗീത പാർവതി ചൊൽവതേതാണ്ടൊക്കെ കേട്ടറിഞ്ഞൊട്ടു ധരിക്ക മൂലമത്രേ. അദ്ദേഹത്തിനു നാരായണന്റെ അംശഭാവം സിദ്ധിക്കാൻ ഭാഗ്യമുണ്ടായി വന്നതു നാരദർഷേ. ബ്രഹ്മഹത്യാദിപാപങ്ങൾക്കൊക്കും പ്രായശ്ചിത്ത കർമ്മമാഗ്രഹിക്കുന്ന മനുജൻ 1 മാസം ശ്രീരാമഗീത നേരെ പാരായണം ചെയ്യുകിൽ വേരോടെ പാപമറ്റു പരിശുദ്ധനായിത്തീരും. കൊള്ളുക കൊള്ളാത്തവ തിന്നുക തീയതെല്ലാം ചൊല്ലുക പൊല്ലാത്തതിത്യാദിയാലുണ്ടാം പാപം. ഏതൊക്കെ എന്നാകിലും മറ്റുപോയിടും രാമഗീതതൻ സങ്കീർത്തനം ഒന്നിനാൾ തന്നെ നൂനം. താളഗ്രാമത്തിൻ മുന്നിൽ തുളസിച്ചോട്ടിൽ അരയാലിൻ സമീപം യതി വര്യാഭിമുഖമായും ഇരുന്നീ ഗീത വായിച്ചിടുവോൻ വാക്കുകൊണ്ടു പറഞ്ഞു തീർക്കാൻ മേലാതുള്ള തൽഫലം നേടും. രാമഗീതയും വായിച്ചൊരാൾ ശ്രാദ്ധകാലം ഭൂമിദേവരെ ഭക്ത്യ ഭക്ഷണം കഴിപ്പിക്കും. അവൻ്റെ കുതൂകുലമൊക്കെയും വിഷ്ണുവിൻ്റെ അവർണ്യ പരമ്പദം പ്രാപിക്കും തർക്കമില്ല. നിരാഹാരനായി ഏകാദശിക്കും ശുദ്ധാശയ ശരീരനായി തഥാ 12 ദിവസവും അത്തിവൃക്ഷച്ചുവട്ടിൽ ഇരുന്നു രാമഗീത കീർത്തിപ്പോൻ ദേവാർച്ചനാം സാക്ഷാൽ ശ്രീരാമനത്രേ. ദാനവും ധ്യാനം തീർത്ഥ സ്നാനവും എന്നെ നേടും മാനവൻ അനന്തമാം സൽഫലം ഗീതാ പാടാൽ. കേൾക്ക നാരദ എന്തിനേറെ ഞാൻ പറയുവതൊക്കവേ ചുരുക്കി താൻ ചൊന്നേക്കാം കാര്യസാരം. ശ്രുതികൾ സ്മൃതികളും പുരാണേതിഹാസങ്ങൾ അതുല ശാസ്ത്രകോടി സർവവും ചേർന്നാൽ പോലും അധ്യാത്മരാമായണത്തിനുടെ ഒരു തരിക്കൊത്തിടാലവലേശം ഭഗവദാഗ്രേസര.
ഇങ്ങനെ പിതാമഹൻ അധ്യാത്മരാമായണ തുങ്കമാഹാത്മ്യസാരം അരുൾ ചെയ്തതു കേട്ടു. ഭക്തിയാൽ പിതാവിനെ വന്ദിച്ചു വലം വെച്ചു യാത്രയും ചൊല്ലിപ്പോയാൻ നാരദ മഹാമുനി. പത്മസംഭവനിത്തം അധ്യാത്മരാമായണം തന്മഹിമാനം മുനിവര്യനായി കഥിച്ചതു. യാതൊരാൾ സശ്രദ്ധനായി ചൊൽകയോ കേൾക്കയോ ചെയ്തിടും അവൻ പൂവും വൈകുണ്ഠം ദേവാർച്ചനായി. ഈ വണ്ണമെല്ലാം ശൗനകാദിമാമുനിമാരോടാവിരാനന്ദം സൂതൻ ചൊന്നതുപോലെ തന്നെ. ഇംഗിതാർത്ഥത രാമചരിത മഹാത്മ്യത്തെ തിങ്ങിന ഭക്ത്യാ പറഞ്ഞടങ്ങി കിളിമകൾ. ശ്രീരാമ രാമ രാമഭദ്ര സീതാഭിരാമ ശ്രീരഘുവര രവിവംശാബ്ദി നിശാകര കാറൊളീധര കൗസല്യാകര നവഹീര വീരാതിവീര കൂപം പാദപങ്കജം ശുഭം. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.